ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തുന്നത് ഇന്ത്യൻ ആർമി ക്ലർക്കിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 2 ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ GK, ജനറൽ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയ ഭാഗത്തെ ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് ചോദിച്ചിട്ടുള്ള മെൻ്റൽ എബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ചോദ്യങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 20 ആർട്ടിക്കിൾസ് ഈസ് ദ സെയിം ആസ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് X ആർട്ടിക്കിൾസ്. ഇഫ് ദ പ്രോഫിറ്റ് ഈസ് 25%, ദ വാല്യൂ ഓഫ് X ഈസ്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 20 ആർട്ടിക്കിൾസിൻ്റെ കോസ്റ്റ് പ്രൈസിന് ഈക്വലാണ് സെല്ലിംഗ് പ്രൈസ് ഓഫ് X ആർട്ടിക്കിൾസ്. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രോഫിറ്റ് 25% ആണ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 16, ഓപ്ഷൻ ബി 18, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 22. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവുന്നത് 20 ആർട്ടിക്കിൾസിൻ്റെ കോസ്റ്റ് പ്രൈസിന് ഈക്വലാണ് X ആർട്ടിക്കിൾസിൻ്റെ സെല്ലിംഗ് പ്രൈസ്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ മനസ്സിലാവുന്നത്. സോ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രോഫിറ്റ് എന്നത് 25% ആണ്. അത് സെക്കൻഡ് കേസാണ്. ഫസ്റ്റ് കേസ് നമുക്ക് ഇവിടുന്ന് ഈ ഒരു കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസിൻ്റെ ഒരു റേഷ്യോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിലേഷൻ ഇവിടുന്ന് നമുക്ക് കണ്ടെത്താം. അതായത് CP/SP, സെല്ലിംഗ് പ്രൈസിനും കോസ്റ്റ് പ്രൈസിനും ഒരു വാല്യൂ ഉണ്ടാക്കാം. അതായത് CP = X / 20. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? കോസ്റ്റ് പ്രൈസ് എന്നത് X ആണ്, സെല്ലിംഗ് പ്രൈസ് 20 ആണ്. അതായത് കോസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന എമൗണ്ട്, ഈ X എമൗണ്ടിൻ്റെ 125% 20. അതായത് ഇവിടെ ഒരു ആർട്ടിക്കിൾ വിറ്റു. ഈ ആർട്ടിക്കിൾ വിറ്റത് 20 രൂപയ്ക്കാണ്. സോ ഈ 20 രൂപ എന്ന് പറയുന്നത് ഇതിൻ്റെ 25% ലാഭമാണ്. അതായത് ഈ X എന്ന സംഖ്യയുടെ 125% 20. അങ്ങനെയെങ്കിൽ നമുക്ക് X ആണ് ഇവിടെ കാണേണ്ടത്. സോ ഇവിടെ കട്ട് ചെയ്യാം. 125/4 എന്ന് പറയുന്നത് 5/4 ആണ്. സോ X = 20 × 4 / 5. സോ 5ഉം 20ഉം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 20ൽ 4 5 ഉണ്ട്. സോ 4 × 4 16. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ ഓപ്ഷൻ എ ആണ് 16. അടുത്ത ചോദ്യം നോക്കാം. A fruit seller had some apples. He sell 40% apple and still has 420 apples. Originally he had. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഫ്രൂട്ട് സെല്ലർ ഉണ്ട്. അയാളുടെ അടുത്ത് കുറച്ച് ആപ്പിൾ ഉണ്ടായിരുന്നു. അയാൾ 40% ആപ്പിൾ വിറ്റു. ദെൻ ബാക്കി അയാളുടെ കയ്യിലുള്ളത് 420 ആപ്പിളാണ്. അങ്ങനെയെങ്കിൽ അയാളുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത് എത്ര ആപ്പിളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ 40% ആപ്പിൾ വിറ്റിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഉണ്ടാവുന്നത് 60% ആപ്പിളാണ്. സോ ഒരു 60% ആപ്പിളിൻ്റെ എണ്ണമാണ് 420. സോ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ ആദ്യം ഇയാളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടായിരുന്നു. സോ നമുക്ക് 1% കാണാം. 1% രണ്ടും 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 60. ഇതാണ് ഇപ്പോൾ 1% എന്നുള്ളത് 420/60 ആണ്. നമുക്ക് ഇതിൻ്റെ ടോട്ടലാണ് കണ്ടത്. ഇൻറ്റു 100 ചെയ്താൽ ടോട്ടൽ കിട്ടും. 0 കട്ട് ചെയ്യാം. 42ൽ 6 എന്ന് പറയുന്നത് 7 പ്രാവശ്യമുണ്ട്. 7 × 100 700 ആപ്പിളാണ് ഇയാളുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം. 2994 ഹരിക്കണം 14.5 = 172. അങ്ങനെയെങ്കിൽ 29.94 ഹരിക്കണം 1.45ൻ്റെ വാല്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ 172, ഓപ്ഷൻ ബി 17.2, ഓപ്ഷൻ സി 1.72, ഓപ്ഷൻ ഡി 0.172. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസ് നോക്കുക. അതായത് 2994 ഹരിക്കണം 14.5, അതിൻ്റെ വാല്യൂ വരുന്നത് 172 ആണ്. ഇനി ഇവിടെ ഈ ക്വസ്റ്റ്യൻ എടുക്കുക. ആദ്യം നമുക്ക് 2994 ഹരിക്കണം 14.5 എന്നാകുമ്പോൾ എന്തായിരിക്കും ഇതിന് ആൻസർ വരുന്നത് നോക്കാം. അതായത് താഴെ ഒരു ഡെസിമൽ പോയിൻറ്റും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാല്യൂ വരുന്നത് 1720 ആയിരിക്കും. ദെൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ മുകളിൽ 2 ഡെസിമൽ പോയിൻറ്റ് കൂടെ വന്നു. അതായത് ഇവിടെ ഇങ്ങോട്ടെത്തി 2 ഡെസിമൽ പോയിൻറ്റ് എഴുതി. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഇവിടെ 7ൻ്റെയും 2ൻ്റെയും ഇടയിൽ ഒരു ഡെസിമൽ പോയിൻ്റ് വരും. അതായത് 17.20.
സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 17.2. അടുത്ത ചോദ്യം നോക്കാം. ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഇഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് സൈഡ്സ് ആർ ഇൻക്രീസ്ഡ് ബൈ 20% ഈസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഒരു റെക്ടാങ്കിൾ ഉണ്ടായിരുന്നു, അതിൻ്റെ സൈഡ്സ് 20% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയെങ്കിൽ പുതിയ അതിൻ്റെ ഏരിയ എത്ര പെർസെൻറ്റേജ് ആണ് കൂടിയിട്ടുള്ളത്? സോ നമുക്കൊരു ഫസ്റ്റത്തെ കേസിൽ ലെങ്ത്തും ബ്രെഡ്ത്തും എടുക്കാം. ലെങ്ത്ത് ഒരു 10 ആക്കി എടുക്കാം, ബ്രെഡ്ത്തും ഒരു 10 ആക്കി എടുക്കാം. ഇനി ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 100 ആണ്. സോ ഇനി സെക്കൻഡ് കേസിൽ പറയുന്നത് ഇത് 20% ഇൻക്രീസ് ചെയ്തു, ഇതിൻ്റെ സൈഡ്സ് 20% ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് 12 ബ്രെഡ്ത്തും 12. സോ പുതിയ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 12 × 12 ആണ്, അതായത് 144. സോ ആദ്യം ഇതിൻ്റെ ഏരിയ 100 ആയിരുന്നു, പിന്നെ അത് 144 അപ്പോൾ പെർസെൻറ്റേജിൽ ഉണ്ടായ ഇൻക്രീസ് എത്രയാണ്? 44 ആണ്. 100 144 സോ 44% ഇൻക്രിമെൻ്റ് ആണ് അവിടെ ഉണ്ടായത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. എ ട്രെയിൻ പാസസ് എ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ഇൻ 36 seconds ആൻഡ് എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ പ്ലാറ്റ്ഫോം ഇൻ 20 seconds. ഇഫ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഈസ് 54 km/h, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം? ഇപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഈ ഒരു ട്രെയിന് പ്ലാറ്റ്ഫോമിനെ കടന്നു പോകാൻ എടുക്കുന്ന സമയം 36 സെക്കൻഡാണ്. പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ കടന്നു പോകാൻ എടുക്കുന്ന സമയം 20 സെക്കൻഡാണ്. അപ്പോൾ ഈ രണ്ട് കേസിലും ഈ ട്രെയിന് സഞ്ചരിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് 54 km/h ആണ്. അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മാത്രം ലെങ്ത്താണ്. സോ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് എല്ലാം മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ അറിയാം ടൈം സെക്കൻഡിലാണ്, വെലോസിറ്റി ഇവിടെ തന്നിട്ടുള്ളത് km/h. സോ നമുക്ക് ഇതിനെ സ്പീഡിനെ നമുക്ക് എന്തായാലും മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റേണ്ടി വരും. സോ ഓപ്ഷൻസ് നോക്കാം. 120 മീറ്റർ, 240 മീറ്റർ, 300 മീറ്റർ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം രണ്ട് കേസിൽ നിന്ന് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഫസ്റ്റ് കേസ് എടുക്കുമ്പോൾ ഈ ഒരു ട്രെയിന് പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുന്ന ഈ ഒരു കേസ് എടുക്കുമ്പോൾ നമുക്ക് ട്രെയിനിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെയും ലെങ്ത്ത് നമുക്ക് കിട്ടും. ഇനി ഇവിടെ മാനിൻ്റെ കേസ് മാത്രം എടുക്കുമ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ട്രെയിനിൻ്റെ മാത്രം ലെങ്ത്ത് കിട്ടും. സോ ഈ ഒരു സെക്കൻഡ് കേസിൽ നിന്ന് ഫസ്റ്റ് കേസിൽ നിന്ന് സെക്കൻഡ് കേസ്, അതായത് ട്രെയിനിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെയും ലെങ്ത്തിൽ നിന്നും ഇവിടെ ട്രെയിനിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്ത് കിട്ടും. സോ നമുക്ക് ടോട്ടലായിട്ടുള്ള ഡിസ്റ്റൻസ് ആദ്യം കാണാം. അതായത് ഈ ഒരു ലെങ്ത്ത് L = സ്പീഡ് ഇൻറ്റു ടൈം കൊടുക്കാം. സോ ഇവിടെ ഫസ്റ്റ് കേസിൽ അതായത് ടോട്ടൽ ലെങ്ത്താണ്, ട്രെയിനിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെയും ലെങ്ത്താണ് ഫസ്റ്റ് കേസിൽ കാണുന്നത്. സ്പീഡ് ഇവിടെ വരുന്നത് 54 km/h ആണ്, ഇൻറ്റു 5/18 ഇൻറ്റു ടൈം. ഇപ്പോൾ ഈ ഫസ്റ്റ് കേസുള്ളത് 36 സെക്കൻഡ് കൊണ്ടാണ് ട്രാവൽ ചെയ്യുന്നത്. സോ 18 കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ആണ്. 3×5 15, 15 × 36 കിട്ടും നമുക്ക് 540 ആണ്. സോ ഈ 540 എന്ന് പറയുന്നത് ട്രെയിനിൻ്റെയും ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെയും ലെങ്ത്താണ്. ഇനി ട്രെയിനിൻ്റെ മാത്രം ലെങ്ത്ത് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. L = മാനിൻ്റെ കേസിലെടുക്കാം 20, ടൈം 20 ആണ്. സോ അവിടെയുള്ള സ്പീഡും 54 തന്നെയാണ്. 54 × 5/18. സോ 20 ഇൻറ്റു ഇവിടെ 18ഉം 54 കട്ട് ചെയ്തതിന് 3, 3×5 15, 20 × 15 എന്ന് പറയുന്നത് 300 ആണ്. സോ 300 മീറ്റർ ട്രെയിനിൻ്റെ ലെങ്ത്താണ്, 540 ട്രെയിനിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെയും ലെങ്ത്താണ്. സോ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 540 - 300, 240 മീറ്ററാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മാത്രം ലെങ്ത്ത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം. ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് എ ലാഡർ leaning against a wall is 60 degree and the foot of the ladder is 4.6 meter away from the wall. The length of the ladder is. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ചുമരുണ്ട്. ഇപ്പോൾ ചുമരിൻ്റെ മുകളിൽ ഒരു ഏണി ലാഡർ ചാരി വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് ചുമരും ലാഡറും തമ്മിലുള്ള, ലാഡറിൻ്റെ ഫൂട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്
4.6 മീറ്ററാണ്. ഇനി ഈ വെച്ചിരിക്കുന്ന ആംഗിളും നമുക്ക് തന്നിട്ടുണ്ട് 60 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ലാഡറിൻ്റെ നീളം, അതായത് ഈ ലെങ്ത്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ABCD കൊടുക്കുകയെന്നുണ്ടെങ്കിൽ BCയുടെ ലെങ്ത്ത്, അതായത് ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ നമുക്ക് കോസ് തീറ്റ വെച്ചിട്ട് നമുക്കിവിടെ കാണാം. ഇവിടെ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു, കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. സോ ഇവിടെ AC ബൈ BC. അപ്പോൾ BC ആണ് ഈ ഒരു ലാഡറിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇവിടുത്തെ ആംഗിൾ 60 ആണ്. സോ കോസ് 60 ഈസ് ഈക്വൽ ടു 4.6 ബൈ BC. സോ കോസ് 60യുടെ വാല്യൂ നമുക്കറിയാം 1/2 ആണ്. 1/2 ഈസ് ഈക്വൽ ടു 4.6 ബൈ BC. സോ BC ഈസ് ഈക്വൽ ടു 2 അങ്ങോട്ട് പോകും, അതായത് 4.6 ഇൻറ്റു 2 9.2 മീറ്ററാണ് ഈ ഒരു ലാഡറിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. The HCF of two numbers is 23 and other two factors of LCM are 13 and 14. The larger of the two numbers is. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ HCF തന്നിട്ടുണ്ട്. HCF എന്ന് പറയുന്നത് 23 ആണ്. സോ അതർ ടു ഫാക്ടേഴ്സ് ഓഫ് LCM എന്നുള്ളത് ഒരു സംഖ്യ നമുക്ക് 13 ആയിട്ട് എടുക്കാം, അടുത്തത് നമുക്ക് 14 ആയിട്ട് എടുക്കാം. സോ ഇതിൽ വലിയ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിളാണ്, അതായത് 23 ഇൻറ്റു 13 ചെയ്യാം, അത് നെക്സ്റ്റ് 23 ഇൻറ്റു 14 ചെയ്യാം. സോ ഇതിൽ സ്വാഭാവികമായിട്ടും വലിയ വാല്യൂ വരുന്നത് ഈ വാല്യൂ ആയിരിക്കും, 23 ഇൻറ്റു 14. 23 ഇൻറ്റു 14 എന്ന് പറയുന്നത് 322 ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. If a person walks 14 km per hour instead of 10 km per hour, he would walk 20 km more. The actual distance travelled by him. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരാൾ 14 km per ഹവറിൽ സഞ്ചരിക്കുകയാണ്. അപ്പം അയാൾ ആദ്യം വിചാരിച്ചതിനേക്കാൾ 20 കിലോമീറ്റർ കൂടുതൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ശരിക്കും ഇയാൾ ആദ്യം നടക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് 10 കിലോമീറ്റർ പെർ ഹവറിലാണ്. സോ ഇങ്ങനെ 10 കിലോമീറ്റർ പെർ ഹവറിൽ അയാൾ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അയാൾ സഞ്ചരിക്കുന്ന മൊത്തം ദൂരം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു രണ്ട് കേസിലും നമുക്ക് ടൈമിൻ്റെ കേസിൽ ഈക്വൽ, രണ്ട് കേസിലെയും ടൈം ഈക്വൽ ആണ്. സോ ടൈം കാണുന്ന ഇക്വേഷൻ അറിയാം, T ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ ഈ ഒരു കേസിലോട്ടാണ് നമ്മളിതിനെ മാറ്റുന്നത്. സോ ഇവിടെ സെക്കൻഡ് കേസ്, അതായത് ഇയാൾ 14 കിലോമീറ്റർ പെർ ഹവറിൽ സഞ്ചരിക്കുകയാണ്. അപ്പം ഇവിടുത്തെ സ്പീഡ് 14 കിലോമീറ്റർ പെർ ഹവറാണ്. അപ്പം ഇയാൾ സഞ്ചരിക്കുന്നത് ഇയാൾ വിചാരിച്ചതിനേക്കാൾ 20 കിലോമീറ്റർ കൂടുതലാണെന്ന് പറയാം. അപ്പോൾ ഇയാൾ വിചാരിച്ച് നമുക്ക് എക്സ് ആയി എടുക്കാം. എക്സ് പ്ലസ് 20 കിലോമീറ്റർ കൂടുതലായി സഞ്ചരിച്ചു ഈക്വൽ ടു, ഇനി ഇയാൾ 10 കിലോമീറ്ററിൽ വിചാരിച്ചിട്ടുള്ളത് എക്സ് ഡിസ്റ്റൻസ് ആണ്. സോ ഈ ഒരു എക്സ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 10 ഇൻറ്റു എക്സ് പ്ലസ് 20 ഈക്വൽ ടു 14x. സോ ഇവിടെ 10x പ്ലസ് 200 ഈക്വൽ ടു 14x. സോ ഇനി ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് ഈ 10xനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 4x ആവും. 4x ഈക്വൽ ടു 200. സോ എക്സ് ഈസ് ഈക്വൽ ടു 50 കിലോമീറ്റർ ആണ് ഇയാൾ 10 കിലോമീറ്റർ പെർ ഹവറിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ടൈം കൊണ്ട് എത്തുന്നത്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം. എക്സ് ആൻഡ് വൈ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 20 ഡേയ്സ് ആൻഡ് 12 ഡേയ്സ് റെസ്പെക്റ്റീവ്ലി. എക്സ് സ്റ്റാർട്ടഡ് ദ വർക്ക് അലോൺ ആൻഡ് ദെൻ ആഫ്റ്റർ 4 days വൈ ജോയിൻഡ് ഹിം ടിൽ ദ കംപ്ലീഷൻ ഓഫ് വർക്ക്. ഹൗ ലോങ് ഡിഡ് ദേ വർക്ക്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എക്സും വൈയും സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ജോലി ഒറ്റയ്ക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ 20 ദിവസം കൊണ്ടും 12 ദിവസം കൊണ്ടും തീർക്കും. പക്ഷേ ഈ ഒരു ജോലി ചെയ്യുന്നത് എക്സ് ആദ്യം ജോലി തുടങ്ങി 4 ദിവസം എക്സ് വർക്ക് ചെയ്തു, ദെൻ അതിന് ശേഷമാണ് വൈ ജോയിൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആകാനെടുത്ത ടോട്ടൽ ടൈമാണ്, എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു വർക്ക് ടോട്ടലായിട്ട് കംപ്ലീറ്റ് ആയത്. ഓപ്ഷൻ എ 10 ദിവസം, ഓപ്ഷൻ ബി 15 ദിവസം, ഓപ്ഷൻ സി 20 ദിവസം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ നമുക്കൊരു എക്സിൻ്റെയും വൈൻ്റെയും ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴുള്ള എത്ര ദിവസം കൊണ്ട് തീരും എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. സോ അങ്ങനെയെങ്കിൽ നമുക്കിതിൻ്റെ എത്ര യൂണിറ്റ് വർക്കാണെന്ന് മൊത്തം ഉള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സും വൈയും എടുക്കാം. എക്സ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് 20 ദിവസം കൊണ്ടാണ്, വൈ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് 12 ദിവസം കൊണ്ടാണ്.
സോ ടോട്ടൽ ഇവിടെ ഉണ്ടാകുന്ന വർക്ക് എന്ന് പറയുന്നത് 60 യൂണിറ്റ് വർക്കാണ്. അത് LCM ഇതിൻ്റെ 60. സോ ഇവരുടെ എഫിഷ്യൻസി എക്സിൻ്റെ എഫിഷ്യൻസി 3, ദെൻ വൈയുടെ എഫിഷ്യൻസി 5. ഇനി ഇവിടെ പറയുന്നത് എക്സ് ആണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ് ആദ്യത്തെ 4 ദിവസം പണിയെടുത്തു. അപ്പം എക്സിൻ്റെ ഒരു ദിവസം എടുക്കുന്നത് 3 പണിയാണ്. അപ്പം എക്സ് 4 ദിവസം അവിടെ ഒറ്റയ്ക്ക് പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 4 × 3 12 പണി എക്സ് ഒറ്റയ്ക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പണി എന്ന് പറഞ്ഞാൽ 60 - 12 48 പണിയാണ് ഇനി ബാക്കിയുള്ളത്. ഈ 48 പണിയാണ് എക്സും വൈയും കൂടെ എടുക്കുന്നത്. അപ്പോൾ എക്സും വൈയും ഒപ്പമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 8. സോ 48/8 6 ദിവസം കൊണ്ടാണ് ബാക്കിയുള്ള വർക്ക് എക്സും വൈയും കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഇവർ രണ്ടാളും കൂടെ ചെയ്തിട്ടുള്ള 6 ദിവസം, ദെൻ ആദ്യം എക്സ് ഒറ്റയ്ക്ക് ചെയ്തിട്ടുള്ള 4 ദിവസം. അങ്ങനെ 10 ദിവസം കൊണ്ടാണ് ഈ വർക്ക് ഇവർ രണ്ടുപേരും കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം.